നമ്മുടെ LDC പഠനം അവസാന ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുവാണ് എല്ലാ ജില്ലക്കാർക്കും. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള സ്റ്റഡി മെറ്റീരിയൽസ് നമ്മൾ പ്രോപ്പറായിട്ട് തന്നെയാണോ വിനിയോഗിച്ചതെന്ന് ചിന്തിച്ച് നോക്കേണ്ട സമയമാണിത്. നമ്മൾ ഇതുവരെ പഠിച്ച കാര്യങ്ങളെല്ലാം റിവിഷൻ ചെയ്തിരുന്നോ, അത് റീകളക്ട് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കണം. അതിനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന പറ്റുന്ന ഒരു സൊല്യൂഷൻ എന്ന് പറയുന്ന മോക്ക് ടെസ്റ്റാണ്. ഈ മോക്ക് ടെസ്റ്റിനെ നമ്മൾ റിവിഷനായിട്ട് കൺവെർട്ട് ചെയ്യാൻ പോകുന്നു. അതാണ് ചെയ്യുന്നത്. ഇപ്പോൾ അടുത്തായിട്ട് CPOയുടെ ഒരു എക്സാം നടന്നു. നിങ്ങളെല്ലാവരും ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടിട്ടുണ്ടാകും. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് മോക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കണം. അത് നിങ്ങൾക്ക് 100 അറ്റൻഡ് ചെയ്യാം, അല്ലെങ്കിൽ അറിയാവുന്ന കാര്യങ്ങൾ അറ്റൻഡ് ചെയ്യാം. എന്നിട്ട് അത് റിവ്യൂ ചെയ്യുമല്ലോ. നമുക്ക് എത്ര മാർക്ക് കിട്ടി, ഏതെല്ലാം ടോപ്പിക്കിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാൻ പറ്റിയെന്നറിയാനായിട്ട് നമ്മൾ റിവ്യൂ ചെയ്യും. ഈ റിവ്യൂ ചെയ്തതിന് ശേഷം ശരിയോ തെറ്റോ എന്നതല്ല ഇവിടെ വിഷയം. ഓരോ ക്വസ്റ്റ്യനും ഏത് ടോപ്പിക്കിൽ നിന്നാണോ വന്നത് ആ ടോപ്പിക്ക് പഠിച്ച് പോകണം. അപ്പോൾ അതൊരു റിവിഷനാവും. നമുക്കൊരു റാങ്ക് ഫയൽ എടുത്ത് വെച്ചിട്ട് ഒരു ടോപ്പിക്ക് പഠിക്കുവാണ്. അതിൽ നിന്ന് ചിലപ്പോൾ ഇങ്ങനെ ഒരു ചോദ്യം വന്നേക്കാം എന്ന് ഊഹിച്ചെടുക്കുന്നതിനേക്കാളും PSC ചോദിച്ച ഒരു ചോദ്യം മുൻനിർത്തിക്കൊണ്ട് ഇതുപോലെ ഇനി ഈ ടോപ്പിക്കിൽ നിന്ന് ഏതൊക്കെ ചോദ്യം വരാം എന്ന് നമ്മൾ സ്വയം കണ്ടെത്താൻ നോക്കുമ്പോൾ നമുക്കതിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. നമ്മളാണ് ചോദ്യം ഇടാൻ പോകുന്നത് എന്നുള്ളൊരു കോൺഫിഡൻസിൽ നമുക്കത് പഠിക്കാനും കഴിയും. ബോറും അടിക്കില്ല, റിവിഷനും ആവും. ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുന്ന ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ നല്ലൊരു കാര്യമാണ്. കാരണം ജൂലൈ മുതൽ എക്സാം തുടങ്ങും. അപ്പോൾ ഇപ്പോൾ കിട്ടുന്ന CPO മാത്രമല്ല, ഇപ്പോൾ റീസെൻ്റ്ലി നടന്ന ക്വസ്റ്റ്യൻ പേപ്പർ നമുക്കിങ്ങനെ മോക്ക് ടെസ്റ്റ് ചെയ്യാം. ഓരോ ചോദ്യവും വന്നിരിക്കുന്ന ആ ടോപ്പിക്ക് റിവിഷൻ ചെയ്യാം. നിങ്ങൾ ചിലപ്പോൾ പഠിച്ചിട്ടുള്ള ടോപ്പിക്കാകാം, അല്ലാത്തതാകാം. ഇങ്ങനെ ഒരു ചോദ്യം മുൻനിർത്തി ആ ടോപ്പിക്ക് പഠിച്ചു പോകുമ്പോൾ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാകും. പിന്നെ ഉള്ളത് കൺസിസ്റ്റൻ്റായിട്ട് പഠിക്കാനുള്ള ഒരു ക്ഷമ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. നമ്മൾ ഈ പഠനത്തിൽ നമ്മൾ വലിയ ഗ്യാപ്പ് എടുത്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ ഇതുവരെ എടുത്ത എഫർട്ടെല്ലാം വേസ്റ്റായി പോകും. ഇപ്പോൾ മസിൽ മെമ്മറി ഉള്ളതുപോലെ തന്നെ നമ്മൾ പഠിച്ച കാര്യം ഒരു ഗ്യാപ്പ് വന്നാലും അത് പിന്നെ എളുപ്പത്തിൽ പഠിച്ചെടുക്കാൻ പറ്റുമെങ്കിൽ പോലും നമ്മുടെ ടൈം വേസ്റ്റിംഗ് ആണത്. അങ്ങനെ നമ്മൾ പ്രോപ്പറായിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ വെച്ച് പഠിച്ചു, റിവിഷൻ ചെയ്തു, കൺസിസ്റ്റൻ്റായിട്ട് പഠിച്ചു പോകുന്നു. അപ്പോൾ ഇനിയുള്ള ഈ മാസ കാലയളവിൽ നമ്മൾ ചെയ്യാനുള്ളത് ഇപ്പോൾ കണക്റ്റിംഗ് ഫാക്ട്സ് പഠിക്കുക എന്നുള്ളതാണ്. CPO പോലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു കഴിഞ്ഞാൽ ആ ചോദ്യവും അതുമായി റിലേറ്റ് ചെയ്തുള്ള കാര്യങ്ങളും പഠിച്ചു പോകണം. അത് നമുക്കൊരു റിവിഷനും ആവും, മാർക്ക് സ്കോർ ചെയ്യാൻ നല്ലൊരു ഉപാധിയുമാണ്. മാത്സ്, ഇംഗ്ലീഷ്, മലയാളത്തിൽ നിന്നൊക്കെ CPO എക്സാമിന് വന്ന ചോദ്യങ്ങൾ അത്ര ടഫുള്ളതായിരുന്നില്ല. സിമ്പിൾ ഇംഗ്ലീഷ് ആയിരുന്നു ചോദ്യങ്ങളൊക്കെ. അപ്പോൾ അത് നമ്മൾ വർക്കൗട്ട് ചെയ്ത് പോകണം. ചിലപ്പോൾ നമുക്കതും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതായിരിക്കും, എങ്കിൽ അത് ക്ലിയർ ചെയ്ത് പോവുകയും ചെയ്യാം. LDC എക്സാമാണ്, കോമ്പറ്റീഷൻ കൂടുതലായിരിക്കും എന്നുള്ള കാര്യങ്ങൾ സ്കിപ്പ് ചെയ്തിട്ട് നമുക്കിത്ര മാർക്ക് വാങ്ങിച്ചാൽ അഡ്വൈസ് ലഭിക്കും എന്ന് ചിന്തിച്ചുകൊണ്ട് ആ മാർക്ക് വാങ്ങിക്കാനായിട്ട് പഠിക്കുക.